ഓക്കെ, പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഓടിച്ചിട്ട് പറയാം. നമ്മൾ എടുത്ത സാധനം ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ആരെങ്കിലും നേരത്തെ പറഞ്ഞ ആൾക്കാരൊന്നും പറഞ്ഞ ഞാൻ അതൊന്ന് മാറ്റിയിട്ടുണ്ട്, നെറ്റ് ഒന്നും മാറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലാരിറ്റി ഇല്ലേ? ആരെങ്കിലും ഒന്ന് പറയൂ. ഇപ്പൊ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട് മിസ്. Okay, okay. So, we are in the topic production. So, actually, production is a conversion of input into output. Raw materials, product or services the process. In the economics, we coin it as, we say it as production. So, production includes four factors of production, you know: land, labor, capital, organization. Now, theory of production means it is a mechanism by which your inputs are conformed into or transformed into output. Inputs side land, labor, material, equipment, organization. ഇതെല്ലാം ട്രാൻസ്ഫോം ചെയ്തിട്ട് ഔട്ട്പുട്ട് ആക്കുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് തിയറി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. സോ ദിസ് സ്ലൈഡ് ഈസ് ടെല്ലിംഗ് അബൌട്ട് ഇറ്റ്. Now the production function, you know, production, the quantity, അല്ലെ, എത്രമാത്രം ഉൽപ്പന്നമാണ് ഉണ്ടായിട്ടുള്ളത്, what is the quantity of goods produced or what is the quantity of service produced. It is a function of the four factors of production: labor, ആ ഒരു land, labor, capital, organization. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയായിരുന്നു? ഫിക്സഡ് ആൻഡ് വേരിയബിൾ പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മനസ്സിലായോ? അപ്പൊ ഇതില് ആദ്യത്തെ വേരിയബിൾ പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം. അപ്പൊ ഇതെന്ന് പറയുന്നത് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ അതില് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് അല്ലെ. ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ രണ്ടായിട്ട് പറയുന്നത്. ഈ ജനറലി ഇങ്ങനെ പറയുന്ന ഫംഗ്ഷനെയാണ് നമുക്ക് രണ്ട് തരത്തിൽ പറയാന്ന് പറയുന്നു. വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ലാൻഡിനെ മാത്രം നമ്മൾ അല്ലെ ഒരു പ്രാവശ്യം ഒരു ലാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ലാൻഡ് വേറെ മാറ്റി ചെയ്യുക, അങ്ങനെ കൃഷി നമ്മൾ നന്നാക്കുക. അല്ലെങ്കിൽ ലേബറിനെ മാത്രം മാറ്റി മാറ്റി നമ്മൾ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ലാൻഡിന് ലേബറിന്റെ കോംബോ മാത്രം മാറ്റി അങ്ങനെ അതിനൊരു സിംഗിൾ സെറ്റ് ആക്കി എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എൻവിസേജ് ചെയ്തിട്ടുള്ള ആ ഫംഗ്ഷനെയാണ് വേരിയബിൾ പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും? മനസ്സിലായോ? അപ്പൊ ലാൻഡ് ലേബറും മാത്രമാണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ ഈ കെയും ഒയും അവിടെ ഫിക്സ്ഡ് ആണ്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എൽ എ ആൻഡ് എൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. അപ്പൊ അതെന്താണ്? വേരിയബിൾ പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ശരിക്കും ഒരു ഷോർട്ട് റണ്ണിലാണ് ഇത്ര നടക്കുക. അതായത് എന്താണ് നടക്കുക? ഷോർട്ട് റണ്ണിൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാലയളവിലാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫാക്ടറി എന്തെങ്കിലും ആലോചിക്കുക, അവർ വളരെ കുറച്ചൊരു ഒരു ഫേസ്, ഒരു മാനുഫാക്ചറിങ് ഫേസ് വളരെ കുറവൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ ഫാക്ടേഴ്സിനെയും മാറ്റാൻ പോവില്ല. ഏതെങ്കിലും ഒരു ഫാക്ടറിനെ മാത്രം മാറ്റിയിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് നോക്കും. മനസ്സിലായോ? അപ്പൊ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ കൊടുത്തിട്ടുണ്ട്. ലേബറും മെറ്റീരിയലും ഓൾ ഇൻപുട്സ് മാറ്റാതെ ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് അല്ലെങ്കിൽ ഒരു സെറ്റിനെ അങ്ങനെ മാത്രം മാറ്റുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അത് വേരിയബിൾ പ്രപ്പോർഷൻ പ്രൊഡക്ഷന് നമ്മൾ ആ ടൂളാണ് യൂസ് ചെയ്യുക. ഓക്കെ, ആ രണ്ട് ടേമും അവിടെ വരണം കേട്ടോ. ഇനി ഫിക്സഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിക്സഡ് എന്ന് പറയുമ്പോൾ എല്ലാ പാരാമീറ്റേഴ്സിനും നമുക്ക് മാറ്റാം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ 4 ഫാക്ടേഴ്സിനെയും തുല്യമായ അളവിലോ അല്ലെങ്കിൽ ഒരു വേരിയിങ് പ്രപ്പോർഷനിലോ നമ്മൾ അതിനെ എല്ലാ 4നെയും മാറ്റുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സഡ് പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പൊ അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെയാണ് ഫിക്സഡ് പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. മനസ്സിലായോ? അതെന്ന് പറയുന്നത് എന്തായിരിക്കും? വലിയ കാലഘട്ടത്തിലായിരിക്കും. ആലോചിച്ച് നോക്കും, നമുക്കൊരു 1-2 കൊല്ലം ഉണ്ട് ഒരു മാനുഫാക്ചറിങ് നടക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും മാറ്റാൻ സമയമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് അവിടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ യു ക്യാൻ ഡിവൈസ് ഫിക്സഡ് പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ഓവർ ദെയർ. ഓക്കെ, ഇനി മറ്റേതാണെങ്കിലോ ഒരു മാസം ഉള്ളുവെങ്കിൽ നമുക്ക് എല്ലാം കൂടി മാറ്റാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ലാൻഡിനെ മാത്രം മാറ്റുക അല്ലെങ്കിൽ ലേബറിനെ മാത്രം മാറ്റും. അതിനെയാണ് വേരിയബിൾ പ്രപ്പോർഷൻ. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് പറയോ ഇതുവരെ കേട്ടത് ക്ലിയർ ആയിരുന്നു? മീൻസ് ഓഡിയോ ഓക്കെ ആയിരുന്നോ എന്നുള്ളത്, ബ്രേക്ക് ഉണ്ടായോ എന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. നമ്മൾ അത്രയല്ല നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ റിഫ്രഷ് ചെയ്തോന്ന് മാത്രം. ഇനി നമ്മൾ എന്തിനാ ഇത് പറയണേ? അടുത്ത ഫാക്ടർ പ്രൊഡക്ടിവിറ്റീസ് പറയുന്നത് ഇത് എന്തിനാ പഠിച്ചാൽ നമ്മള്? ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്. ചിലപ്പോൾ ഇത് 3 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്? അതായത് മൊത്തം നമ്മൾ എല്ലാം കൂടി ചേർത്ത് എല്ലാ ഫാക്ടേഴ്സും കൂടി ചെയ്തിട്ട് ടോട്ടലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ എണ്ണത്തിനെയാണ് ടോട്ടൽ ബിസ്ക്കറ്റ് പാക്കറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയാ. ആവറേജ് എന്ന് പറയുമ്പോൾ ഇത്ര പേര് എന്ന് പറയുമ്പോൾ അതല്ല, എത്ര ടോട്ടൽ എന്താണ് ഇതിൽ പറഞ്ഞില്ലേ നമ്മള്? ഒരാളെ എത്ര എണ്ണം ഉണ്ടാക്കി, ഒരു തൊഴിലാളി എത്ര ബിസ്ക്കറ്റ് ഉണ്ടാക്കി എന്നുള്ളതിനെയാണ് AP, ആവറേജ് പ്രൊഡക്റ്റ് പെർ ലേബർ. അല്ലെങ്കിൽ ക്യാപിറ്റൽ അങ്ങനെയും പറയാം അല്ലെ. ഒരു മെഷീനിൽ നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കി. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റ് ആണ്.
അപ്പൊ ഒരു മെഷീനിൽ നമ്മൾ എത്ര ബിസ്ക്കറ്റ് ഉണ്ടാക്കി, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇനി അടുത്ത മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മനസ്സിലായില്ലേ? അപ്പൊ അത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ ഒരു ഇത്രയും ഉണ്ടാക്കി, അപ്പൊ അത് ബാക്കിലത്തെ അത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് എന്നുള്ളത് കിട്ടുക. അപ്പൊ അതിനൊരു ഇക്വേഷനും കൂടി ഉണ്ട്, അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഒരു ഇത് കൂടുന്നതോടെ ഒരു യൂണിറ്റ്, അപ്പൊ ഇതിലത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഒന്ന് എന്നുള്ളത് ഒരു ലേബർ നമ്മൾ 2 പ്രൊഡക്റ്റ് ഉണ്ടാക്കി, 2 ലേബർ ആയപ്പോൾ 5 പ്രൊഡക്റ്റ് ഉണ്ടായി. സോ വാട്ട് ഈസ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ദെയർ? 5 മൈനസ് 2 3 അപ്പൊ അതാണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ടേം എന്തിനാ പഠിക്കണേന്ന് വെച്ചാൽ നമുക്ക് ഈ ലോ പഠിക്കണമായിരുന്നു, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ വേരിയബിൾ പ്രപ്പോർഷൻ. അപ്പൊ ഈ ഒരു സെന്റൻസ് കുറച്ചും കൂടി നല്ലൊരു സെന്റൻസ് വെച്ചിട്ടുണ്ട്, ഇത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടേംസ് പഠിച്ചത്. അതിന്റെ ശേഷം ഇതാണ് നമ്മുടെ ലോ വേരിയബിൾ പ്രപ്പോർഷന്റെ കർവ്, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കർവിനെ നമുക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദി ലോ വേരിയബിൾ പ്രപ്പോർഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാഫ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, അതിലെല്ലാം പ്രധാനമാണ്, എല്ലാം വരച്ചൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെ ഓക്കെയാണ്. നമ്മൾ ഇത്രയാണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് എടുക്കുന്നത് ഒരു 4 സ്ലൈഡും കൂടി നമ്മൾ കൂടുതൽ എടുക്കും, അതോടെ ഈ പോർഷൻ കഴിയും. കൂടാതെ 2-3 പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യും. അത് നിങ്ങൾ അസൈൻമെന്റ് ബുക്കിൽ ഇന്ന് തന്നെ എഴുതണം. തിങ്കളാഴ്ച നിങ്ങൾ അസൈൻമെന്റ് വെക്കണം, മനസ്സിലായോ? പിന്നെ എടുക്കുന്ന ഒരു 2-3 പ്രോബ്ലംസ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ചെയ്യും. അത് തന്നെയാണ് നിങ്ങൾ അസൈൻമെന്റ് നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. അതോടെ അസൈൻമെന്റ് 1 ഈസ് ഓവർ. അതിന്റെ ഉത്തരവൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നോക്കി എഴുതിയാൽ മതി, മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ പ്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിക്കണേ. അപ്പൊ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ഈസ് ഓവർ. നൗ നെക്സ്റ്റ് ടോപ്പിക് ഈസ്, ഇതൊക്കെ വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ? എന്താണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ? Economies of scale എന്ന് പറയുന്നത് it means advantage of large scale production which helps in reducing the average cost of production. എന്തായിരിക്കും അത്? അതെന്ന് പറയുന്നത് it means advantage of large scale production which help in reducing the average cost of production. അതായത് നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഡ്രസ്സ് അത് ചിലപ്പോൾ അത് ആ കടയുടെ ഒരു ഇതും അനുസരിച്ചിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചുരിദാർ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 10 ചുരിദാർ വാങ്ങിച്ച് നമുക്ക് അവിടെ കുറച്ച് ചിലപ്പോൾ അവർ ലാഭം തരില്ലേ? മനസ്സിലായോ? ബൾക്കായിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അവിടെ കുറച്ചൊരു ഇത് കിട്ടില്ലേ? അപ്പൊ അതാണ്, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത്ര പ്രൈസ് ആവുമെങ്കിൽ, ഇത്ര ആവുമ്പോൾ അത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മുടെ അവിടെ നമ്മുടെ കോളേജിൽ തന്നെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പറയും അത് നമുക്ക് മുതലാവില്ല എന്ന് പറയും. അതായത് ഇപ്പൊ ഒരു 100 പേർക്കുള്ള ഫുഡാണെങ്കിൽ അങ്ങനെ, അപ്പൊ 1000 പേർക്കാണെങ്കിൽ അവർക്ക് അതിൽ കുറച്ച് ലാഭം കിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആകുമ്പോൾ ദർ ഈസ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അപ്പൊ അതിൽ ആ ആൾക്കാർക്ക് ബെനിഫിറ്റും കാര്യങ്ങളും വരും, പ്രൊഡക്ഷൻ സൈഡിൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് വരും. അതിനെയാണ് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായിട്ട് 2 തരത്തിലാണ് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ കുഡ് ബി അച്ചീവ്ഡ് ഇൻ 2 ways. ഒന്നെന്ന് പറയുന്നത് ഇന്റേണൽ ഇക്കണോമീസ് വഴി. ഇന്റേണൽ ഇക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റേണൽ ഇക്കണോമി എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ആ ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. എന്താണ് ആ കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ? ലേബറിനെ ലേബർ ബേസ്ഡ് ആയിട്ട് ഇക്കണോമി, ടെക്നിക്കൽ ഇക്കണോമി, ഇങ്ങനെയാണ് ഇന്റേണൽ ഇക്കണോമിക്സിനെ പറയാം. ലേബർ ഇക്കണോമി, ടെക്നിക്കൽ ഇക്കണോമി, മാനേജറിക്കൽ ഇക്കണോമി, മാർക്കറ്റിംഗ്. എന്താണ് ലേബർ ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സ്പെഷ്യലൈസേഷൻ ഉള്ള ആൾക്കാരെ, അത് ഒരു ബിസ്ക്കറ്റ് കടയെന്ന് വിചാരിച്ചോ, ആർക്കാണ് ഇതിന്റെ ഒരു മാവ് കുഴക്കാൻ അറിയാന്ന് വെച്ചാൽ ആ ആൾക്കാരെ അതിലേക്ക് വെക്കുക. ആർക്കാണോ അത് അച്ചിൽ അടിക്കാൻ അറിയുന്ന അവരെ അതിലേക്ക് വിടുക. ആർക്കാണോ പാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന അവരെ അതിലേക്ക്, അങ്ങനെ റൂട്ട് ചെയ്തിട്ട് നമ്മൾ അതാത് ആൾക്കാരെ, സ്പെഷ്യലൈസ്ഡ് ആയുള്ള ആൾക്കാരെ, ഇഫ് യു ആർ ഡിവോട്ടിങ് ദി ഐഡിയൽ പേഴ്സൺസ് ടു ദി ആസ് ലേബർ ടു ദാറ്റ് കാറ്റഗറി. അപ്പൊ ആ രീതിയിൽ സ്പെഷ്യലൈസ്ഡ് ഉള്ള ആൾക്കാരെ ആ വർക്കിന്, ആ ട്രേഡിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റും. മീൻസ് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പൊ അവിടെ ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ലേബർ ഇക്കണോമി എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ ഇക്കണോമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്വാൻസ്മെന്റ്, ടെക്നിക്കലി അവിടെ അഡ്വാൻസ്മെന്റ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മൾ അതിന്റെ ഇത് ചെയ്യാണ് അല്ലെ, നല്ല മെഷീൻ അല്ലെങ്കിൽ മെഷീന്റെ കാലിബ്രേഷൻ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിപ്പയറും കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ പുതിയ മെഷീൻ വാങ്ങിച്ച് അങ്ങനെയൊക്കെ നമ്മൾ അതിനെ കൂട്ടുകയാണെങ്കിൽ ടെക്നിക്കൽ ഇക്കണോമി. മാനേജറിക്കൽ ഇക്കണോമി എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ കുറച്ച് കാര്യങ്ങൾ നല്ലതാക്കുക അല്ലെ, അഡ്മിനിസ്ട്രേഷന്റെ രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ മാനേജറിക്കൽ സൈഡ് ക്ലിയർ ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ചിലവര്. മാർക്കറ്റ് ഇക്കണോമി എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിന്റെ പരസ്യം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് നമ്മൾ അതിനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ അവിടെ അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ലാർജ് സ്കെയിൽ ഇക്കണോമിക്സ് ഓഫ് സ്കെയിലിന്റെ 2 തരത്തിലാവും. ഇന്റേണൽ ഇക്കണോമി,
ഓക്കെ, അപ്പൊ പോയിന്റ്സ് അത് നിങ്ങൾ തന്നെ തരുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതുക കേട്ടോ, എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇക്കണോമി. എക്സ്റ്റേണൽ ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമീസ് ലോക്കലൈസേഷൻ ആൻഡ് ഇൻഫർമേഷൻ. അങ്ങനെ, അതായത് അതിന്റെ ഉള്ളിലുള്ളതല്ല, കമ്പനിയുടെ ഉള്ളിലുള്ളതല്ല, പുറത്തെ കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഇക്കണോമീസ് ഓഫ് ലോക്കലൈസേഷൻ ആൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സാധനത്തിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ നിങ്ങൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ മാർക്കറ്റിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ അവിടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വർദ്ധിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതാണ് ലോക്കലൈസേഷൻ ഇൻഫർമേഷൻ. ആൾക്കാരായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ലോക്കലായിട്ടുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ഒക്കെ ചെയ്തിട്ട് അതിനെ നമുക്കത് ഒന്നും കൂടി വിപുലമാക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഇക്കണോമി. ഇനി ഇക്കണോമിക്സ് ഓഫ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ലെക്സ് സോപ്പിന്റെ കാര്യം, ലെക്സ് സോപ്പ് മാത്രമല്ല, ബോഡി ഷാമ്പു ഉണ്ടായിരിക്കും, ബോഡി വാഷ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ പല ഇതിൽ വരിക, പല പേരിൽ വരിക. അപ്പൊ അത് പോപ്പുലറൈസ് ചെയ്യല്ലേ ചെയ്യണേ. മനസ്സിലായോ? അവർക്ക് ഒറ്റ ഉൽപ്പന്നമല്ല, അതിൽ തന്നെ പല സാധനങ്ങൾ വരില്ലേ, അങ്ങനെ എല്ലാ സാധനത്തിലും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് എന്ത് ഇതാക്കാൻ പറ്റും, സ്കെയില് എൻലാർജ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അതിനെയാണ് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അശ്വിൻ, ES അശ്വിൻ, ഓക്കെ അല്ലേ? ഈ സ്ലൈഡിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. ES അശ്വിൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് വായിച്ചേ. സഞ്ജു, ആഷ്ലിൻ ഉണ്ടോ? ഓക്കെ, ഒന്ന് വായിച്ചു, ഇതിന്റെ ടൈറ്റിൽ വായിക്കും. ഇപ്പൊ എഴുതിയിട്ടുള്ള സ്ലൈഡിന്റെ ടൈറ്റിൽ റിട്ടേൺസ്. വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ ഇത് കഴിഞ്ഞുട്ടാ, ഈ സ്ലൈഡ് കഴിഞ്ഞു. കാരണം ഇതൊരു ടോപ്പിക് ആണ്, പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്ന ഒരു ടോപ്പിക് ആണ് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ദാറ്റ്സ് ഓവർ. ഇതാണ് നമ്മൾ ഇത് ക്ലാസ്സിൽ എടുത്തിട്ടില്ല, ഇന്നിപ്പോ എടുത്ത ആദ്യത്തെ ടോപ്പിക് ആണ് കേട്ടോ. Now next is, ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, റിട്ടേൺസ് ടു ഫാക്ടർ. റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഒരേപോലെ നമുക്ക് തോന്നും, പക്ഷെ ചിലപ്പോൾ ഇതൊക്കെ 3 മാർക്കിനൊക്കെ ചോദിക്കാലോ. റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുമ്പോൾ it is a technique of change in output when one input varies while keeping all other input constant. അതന്നെ, ബാക്കി ലാൻഡ് മാത്രം വേരി ചെയ്യുന്നു, ലേബറും ക്യാപിറ്റൽ ഓർഗനൈസേഷൻസും ഒക്കെ നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെയാണ് നമ്മൾ ആ കമ്പനിയുടെ എൻഹാൻസ്മെന്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്കിനെ പറയുന്ന പേരാണ്, മറ്റേത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അതെന്ന് പറയുന്ന ആ ഫംഗ്ഷനെ രണ്ടായിട്ട് തിരിക്കാന്ന് പറഞ്ഞാൽ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ വേരിയബിൾ ആൻഡ് എന്തായിരുന്നു ഫിക്സഡാ, അങ്ങനെ രണ്ടായിട്ട് തിരിക്കാന്ന് പറഞ്ഞു. ഇത് അതല്ല, ഇത് ഈ ടെക്നിക്ക് അവിടെ നമ്മൾ അവലംബിച്ചിട്ടുള്ള ആ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് റിട്ടേൺസ് ടു ഫാക്ടർ. മനസ്സിലായോ? ബാക്കി എല്ലാത്തിനും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഒരെണ്ണത്തിനെ മാത്രം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ ഗ്രോത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ദ ടെക്നിക് യു ഫോളോഡ് ഇറ്റ് ഇസ് നോൺ ആസ് റിട്ടേൺസ് ടു ഫാക്ടർ. നമുക്ക് ആദായം കിട്ടിയില്ലേ, റിട്ടേൺസ് കിട്ടി. അപ്പൊ അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ അവിടെ സിംഗിൾ ഫാക്ടർ അല്ലേ വേരി ചെയ്യുന്നത്. സിംഗിൾ ഫാക്ടർ എപ്പോഴാണ് നമ്മൾ വേരി ചെയ്യുക? ലോങ് ആണെങ്കിൽ നമുക്ക് എല്ലാം വേരി ചെയ്യാൻ സമയമുണ്ട് അല്ലേ? മനസ്സിലായോ? കുറേ കാലം ഇപ്പം നമ്മുടെ വിദ്യാ കോളേജിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാൻഡ്, ലേബർ, ഇതൊക്കെ 10-20 വർഷമായിട്ടുള്ള കോളേജാണ്. അവിടെ ലാൻഡ് നമുക്ക് വേണമെങ്കിൽ അക്വയർ ചെയ്യാം, ലേബറിനെ വേണമെങ്കിൽ മാറ്റാം, ഓർഗനൈസ് മാനേജ്മെന്റ് മാറാന്നല്ല, അങ്ങനെ പലതും ചെയ്യാം അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ചെറിയ വല്ലതാണെങ്കിൽ, ചെറിയ എന്തെങ്കിലും ഫേം ഒക്കെ ആണെങ്കിൽ അവിടെ അത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല. ഇവിടെ ആണെങ്കിൽ എന്താണ്, ഇവിടെ ചെറിയ സെറ്റപ്പിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുള്ളൂ, പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് സിംഗിൾ ഫാക്ടറാ വേരി ചെയ്യുള്ളൂ. അപ്പൊ ഷോർട്ട് റണ്ണിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ആണ്, അത് ടെക്നിക്കാണ്. ഫാക്ടർ ക്വാണ്ടിറ്റി വേരി ചെയ്യും എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇത് പഠിച്ചു വെച്ചോളൂ. ഇവിടെ എന്താണ്, വൺ ഇൻപുട്ട് മാത്രം വേരി ചെയ്യുന്നു, ബാക്കി അതേഴ്സ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും, റിട്ടേൺസ് ടു സ്കെയിൽ. ഇതെന്ന് പറയുന്നത് ബാക്കിയല്ല എല്ലാ ഇൻപുട്സും ഒരേ ഈക്വൽ പ്രപ്പോർഷനിൽ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ, ഇംപ്രവൈസ് ചെയ്യുകയാണെങ്കിൽ ദ ടെക്നിക് ഫോളോഡ് ഈസ് നോൺ ആസ് റിട്ടേൺസ് ടു സ്കെയിൽ. അത് ലോങ് റണ്ണിലായിരിക്കും, എല്ലാ ഫാക്ടർ ഇൻപുട്സും വേരി ചെയ്യും. ഇനി ഇതിൽ പറയുന്നത്, ഇതിൽ തന്നെ 3 കേസസ് ആയിട്ട് പറയുന്നുണ്ട്. മനസ്സിലായോ? ഇതില് റിട്ടേൺസ് ടു സ്കെയിലിനെ നമ്മൾ 3 കേസ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അത് നിങ്ങൾ വായിച്ചു പഠിക്കുക, പേജ് നമ്പർ 43 ഒന്ന് നോക്കിയിട്ട്. ഈ 3 സ്റ്റേജ് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് അല്ലെ. തുടക്കം ഇങ്ങനെ ആക്സലറേഷൻ ആയിരിക്കും, പിന്നെ കോൺസ്റ്റന്റ് ആവും, പിന്നെ അത് ഡിസിലറേഷൻ ആവും എന്നൊക്കെ നമ്മുടെ ആ മറ്റേ ഗ്രാഫിലൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ
3 കേസസ് പറയാ. സോ ദാറ്റ് ഈസ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പൊ ഇതൊക്കെ പഠിക്കണം. 3 ടേം നിങ്ങൾ പഠിച്ചു. ഇക്കണോമിക്സ് ടു സ്കെയിൽ, റിട്ടേൺസ് ടു ഫാക്ടർ എന്താണ്, റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്. ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മൾ ഇന്നത്തെ പ്രോബ്ലം ചെയ്യുന്നതിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നത്. നൗ വി ആർ സ്റ്റഡിങ് ദി കോപ്പ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. CD ഫംഗ്ഷൻ എന്ന് പറയും, കോപ്പ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഫംഗ്ഷൻ ആണ് അല്ലെ. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി ആൻ ഇക്വേഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇതെന്ന് പറയുന്ന വിക്സീഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഒരു എക്കണോമിസ്റ്റ് ആണ്. ആദ്യമായിട്ട് ഹി പ്രപ്പോസ് ദിസ് തിങ്, ബട്ട് ഹി കുഡൻ, അൺഫോർച്ചുനേറ്റ്ലി ഹി കുഡൻ പ്രൂവ് ഇറ്റ് മാത്തമാറ്റിക്കലി. സോ ആരാണ്, കോബ് എന്ന് പറയുന്ന ഒരാളും അതുപോലെ ഡഗ്ലാസ് എന്ന് പറയുന്ന ഒരാളുമാണ് സ്റ്റാറ്റിസ്റ്റിക്കലി they took the data and they validated their observations to formulate to a function. ഓക്കെ, സോ അതുകൊണ്ടാണ്, അവരുടെ പേരിലാണ് ഈ ഫംഗ്ഷൻ അറിയപ്പെടുന്നത്. അതിന്റെ ബാക്ക് വർക്ക് നടത്തിയത് വിക്സീഡ് ആണ്, പക്ഷെ ഇത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തത് ആരാണ്, കോബ് ആൻഡ് ഡഗ്ലാസ് ആണ് കേട്ടോ. നൗ എങ്ങനെയാണ് അവർ സോൾവ് ചെയ്തത്, പ്രൂവ് ചെയ്തത്? They took the data from the manufacturing sector of USA, manufacturing sector of USA ആസ്പദമാക്കിയിട്ട് they collected some raw data and they validated the output data അല്ലെ, ഇൻപുട്ട് ഡാറ്റ ആയിട്ട് എന്തെടുത്തിട്ടുണ്ടാവും അല്ലെ, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ആൻഡ് ദേ കമ്പയർഡ് ദി ഔട്ട്പുട്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദേ ഫോർമുലേറ്റഡ് എൻ ഇക്വേഷൻ. ആ ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇതൊക്കെയാണ് കോപ്പ്-ഡഗ്ലയുടെ പ്രീഫേസ് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയണം. നൗ വാട്ട് ഈസ് കോപ്പ്-ഡഗ്ല പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുക. ഇതിന്റെ പ്രോബ്ലം ഇന്ന് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് എഴുതും ചെയ്യും കേട്ടോ. ഓക്കെ, സോ കോപ്പ്-ഡഗ്ല പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ക്യൂ, എത്ര ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു L ടു ദ പവർ ആൽഫ K ടു ദ പവർ ബീറ്റ. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്നത് എന്താണ്, ടെക്നോളജിനെയാണ് ഇവർ A എന്ന് നോട്ടേറ്റ് ചെയ്യണേ. ദേ ആർ ഗിവിംഗ് ദി നൊട്ടേഷൻ A ഫോർ ടെക്നോളജി. L എന്ന് പറയുന്നത് എന്താണ്, ലേബർ ആണ്. K ഇസ് എ ക്യാപിറ്റൽ. ഓക്കെ, സോ ഓക്കെ അല്ലേ. നൗ വാട്ട് ഈസ് ആൽഫ? ആൽഫ എന്താണ്, ഷഹദ. ആൽഫ എന്താ ഇവിടെ എഴുതിയിരിക്കണം എന്ന് വായിച്ചേ. ഷഹദയില്ലേ, ഷഹദേനെ കണ്ടല്ലോ. എന്താ ആൽഫ? പറയൂ. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ. വെരി ഗുഡ്. അപ്പൊ ആൽഫ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി, അതായത് ലേബറിൽ ഇത്ര മാറ്റം വരുത്തിയാൽ പ്രൊഡക്ഷനിൽ അല്ല, ലേബറിൽ ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്, ക്യൂ ഒരു ഉത്തരം വരില്ലേ. ഇനി ആൽഫ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ലേബർ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക, അതല്ലേ ഈ ആൽഫയുടെ അർത്ഥം. അപ്പൊ അതാണ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ ഇത്ര മാറ്റുമ്പോൾ എന്നൊരർത്ഥമാണ് ആൽഫ കൊടുക്കുക. കാരണം ആൽഫ എന്ന് പറയുന്നത് എല്ലിന്റെ തലയുടെ മുകളിലല്ലേ കയറിയിരിക്കണേ. അപ്പൊ അതുകൊണ്ടാണ് എല്ല് ഇത്. ഇനി ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, കെ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ എക്യുപ്മെന്റ്, മെഷീനറീസ് അങ്ങനെയുള്ള വസ്തുക്കള് അങ്ങനെ എന്താ പറയാ, ഇൻക്രിമെന്റ് ആവുമ്പോ എത്രമാത്രം ഔട്ട്പുട്ടിൽ ചേഞ്ച് വരും എന്നുള്ളത് പറയുന്ന ഘടകത്തിനെയാണ് ബീറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതിൽ ഈ ഒരു ഇക്വേഷൻ ഇത്രയൊക്കെ എഴുതണം. ജനപദ തിയറി ആയിട്ട് ചോദിക്കാം, പക്ഷെ പ്രോബ്ലം ആണ് യൂഷ്വലി കാണുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം ഇതില് ആസ് ദി ഇൻപുട്ട് റൈസസ്, as the input quantity rises, the returns to scale expands to 3 stages. Okay, returns to scale എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ തന്നെ. നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് പറയാം. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ വരുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെ. നമ്മുടെ ആ ഗ്രാഫ് ആലോചിക്കേ, ഗ്രാഫ് ഇങ്ങനെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് എന്താവും, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ആൽഫ 0.5 ബീറ്റ 0.5 ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 വരില്ലേ. അപ്പൊ അങ്ങനത്തെ കേസ് ആണെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അതെന്താണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്, ലെസ് ദാൻ 1. ഓക്കെ അല്ലേ. അപ്പൊ ഇതും എഴുതി മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ CD ഫംഗ്ഷൻ കോപ്പ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഈ ടേം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് അതിന്റെ കീ ഫീച്ചർ ആണ്
ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്താണ്? ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇനി അത് എപ്പോഴും അത് നമ്മൾ പറഞ്ഞു അതിൽ തന്നെ 3 സ്റ്റേജസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, എപ്പോഴും അതൊരു കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും തോന്നുന്നു അത് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? കോബ് ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ് Q അല്ലെ. ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഇതാണ് ആ ഫംഗ്ഷൻ. അപ്പൊ ആ ഫംഗ്ഷൻ കണ്ടുപിടിച്ച ആൾക്കാരെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ മാനുഫാക്ചറിങ് സെക്ടർ USA ഡാറ്റ എടുത്തിട്ടാണ് അവർ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അതിലെ ഓരോ ഇൻപുട്ട് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അതിന് ശേഷം നമ്മൾ അതിനെ എന്താണ് ഇത് ഈ ഒരു കാര്യങ്ങൾ ആൽഫ പ്ലസ് ബീറ്റ ഇത്രയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണത്. ഓക്കെ. അതുപോലെ ഇത് ഒരു സെന്റൻസും പഠിച്ചു വെച്ചോളൂ. ഇറ്റ് എക്സിബിറ്റ്സ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു യൂഷ്വലി 1 എന്നുള്ള രീതിയിലാണ് ആ ട്രെൻഡ് വരാറ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയാണ് അതിൽ വരുന്നത്. ഇനി പഠിക്കാനുള്ള കാര്യം, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് എന്തിനാണ് ഈ ഫംഗ്ഷൻ, വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഫംഗ്ഷൻ, വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് കോബ് ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു അനലിറ്റിക്കൽ ടൂൾ അല്ലേ. ഇക്വേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ്? നിങ്ങൾ കുറെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, F = ma എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതെന്തിനാണ്? അപ്പൊ ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു എക്കണോമിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇക്വേഷൻ ആണ്. സോ അത് അനലിറ്റിക്കൽ ടൂൾ ആണ്. റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഇക്വേഷൻ യൂസ് ചെയ്യാം. അതുപോലെ അത് മാത്രമല്ല, റിസർച്ചിന് മാത്രമല്ല, രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇന്റർ ഇൻഡസ്ട്രി കമ്പാരിസൺ. 2 ഇൻഡസ്ട്രികളെ കമ്പയർ ചെയ്തൂടെ? ഒരു ഇൻഡസ്ട്രിയുടെ ഉൽപാദനം ഇത്രയാണ് Q, മറ്റേ ഇൻഡസ്ട്രിയുടെ ഇത്രയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്തൂടെ? മനസ്സിലായോ? അതുപോലെ ഡിഫറെന്റ് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ളത് നമ്മൾ ആ ടെക്നിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കമ്പയർ ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നു. അതുപോലെ ഡിറ്റർമിൻ ദി പ്രൈസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇതിന്റെ ബേസിൽ നമുക്ക് അതിന്റെ ഒരു വെയിറ്റേജ് മനസ്സിലാക്കാൻ പറ്റും. ലാൻഡിന്റെ വെയിറ്റേജ് ഇത്രയാണ്, ലേബർ എന്നുള്ളതിന്റെ ആ ഒരു മൂല്യം ഇത്രയാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാനൊക്കെ ഈ ഇക്വേഷൻ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഈ കോബ് ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഡീമെറിറ്റ്സ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് വായിക്കുക. അതെന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ചിലതിലൊക്കെ ഫെയിൽ ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ലേബർ ഇൻപുട്സിനെ നമ്മൾ ഹോമോജിനസ്. പോയിന്റ് നമ്പർ 2 ആദിത്യ ഇല്ലേ അവിടെ? ആദിത്യക്ക് കാണുന്നുണ്ടോ? ആദിത്യ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ. Labor inputs are assumed to be homogeneous in character, but in practice they are not homogeneous but heterogeneous. വെരി ഗുഡ്. അപ്പൊ ഇതിൽ പറയുന്ന ലേബർ ഇൻപുട്സ് ആർ അസ്യൂം ടു ബി ഹോമോ. അതായത് ലേബർ എന്ന് പറയുന്ന ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഹോമോജീനിയസ് ആയിട്ടാണ് എടുക്കണേ, പക്ഷെ അത് ഹെട്രോജീനിയസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറയാം ലേഡി സ്റ്റാഫും ജെൻ സ്റ്റാഫിന്റെ രീതി വ്യത്യാസം ഇല്ലേ? മനസ്സിലായോ? അതിപ്പോ ഏതൊരു സെക്ടറിലാണെങ്കിലും ഇപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ള ലേബറിന് വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് ലേബർ എന്നല്ലേ പറയുന്നുള്ളൂ, ലേഡി സ്റ്റാഫ് ആണോ ജെൻ സ്റ്റാഫ് ആണോ എന്ന് പറയുന്നില്ലോ. അപ്പൊ ഹോമോജീനിയസ് ആയിട്ട് എടുക്കണേ, പക്ഷെ അത് ഹെട്രോജീനിയസ് ആകുമ്പോൾ ആക്ച്വലി ദ എഫേർട്സ് ആർ ഡിഫറെന്റ്. അതുപോലെ ഇതിലെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ മോർ ദാൻ 2 ഔട്ട്പുട്ട്സ്. നമ്മൾ L⁻⁴ ഇത് K⁻⁴ ഇത് എന്നല്ലേ പറയുന്നുള്ളൂ. വേറൊരു ഫാക്ടർ വരുന്നുണ്ടെങ്കിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. ഇനി ഇതിൽ A എന്ന് പറയുന്നതിന് എപ്പോഴും A⁻1 ആണ്. 4ാമത്തെ പോയിന്റ് നോക്ക്. ടെക്നോളജിക്കൽ കണ്ടീഷൻസ് കോൺസ്റ്റന്റ് ആണെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ടെക്നോളജി മാറുന്നതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കോബ് ഡോഗ്ലാസ് ഇക്വേഷൻ കനോട്ട് സെർവ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കോബ് ഡോഗ്ലാസ് ഇക്വേഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ. അപ്പൊ ഇതെല്ലാം നോട്ട്ബുക്ക് എന്ന് പറയുന്ന അസൈൻമെന്റ് ബുക്കിലാണ് നിങ്ങളിപ്പോ ചെയ്യേണ്ടത്. ഇപ്പൊ നോട്ട്ബുക്ക് എടുക്കണമെന്നില്ല, നിങ്ങൾ റഫ് ആയിട്ട് ഇത് ചെയ്ത് കിട്ടുന്നില്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി. മനസ്സിലായോ? കാരണം ഇത് നിങ്ങൾ എഴുതുമല്ലോ, അത് നിങ്ങൾ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഇരുന്നിട്ട് അസൈൻമെന്റ് ബുക്കിൽ ഇത് എഴുതും. അപ്പൊ നിങ്ങൾ ഇത് എഴുതുമ്പോൾ കിട്ടുന്നില്ലേന്ന് അറിയാൻ വേണ്ടി മാത്രം ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി ഞാനൊരു നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിന്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അതിലത്തെ 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നാളെ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവും. അതായത് ഈ ക്വസ്റ്റ്യൻസ് അല്ല, ഇതല്ലാത്ത ക്വസ്റ്റ്യൻസ് തോന്നുന്നു ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ഞാൻ കണ്ടത്. അപ്പൊ അതായിരിക്കും നമ്മൾ നാളെ ഫസ്റ്റ് അവറിൽ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ആ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സാർ പറഞ്ഞത്. അപ്പൊ ഇത് നന്നായി പഠിക്കണം. അതുപോലെ മറ്റേ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇലാസ്റ്റിസിറ്റിയുടെ
എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. നൗ ക്വസ്റ്റ്യൻ വായിക്കൂ. ആരാ വായിക്കാം? ഒരാളൊന്ന് വായിച്ചേ. ശരണ്യ ക്വസ്റ്റ്യൻ വായിച്ചേ. എ. Answer. ആ In a production function, Q equal to 2 raised to half K raised to 1 by 2. ആ If If L equal to 36, how many units of capital are needed to produce 60 units of output? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്യാം. ആദ്യം നമുക്ക് എ പാർട്ട് ചെയ്യാം. അതിലെന്താ പറയണേ? ഇക്വേഷൻ നമുക്കറിയാം, ക്യൂ ഈക്വൽ ടു എ ടു ദി പവർ എന്നാണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ് അല്ലെ. ടെക്നോളജി എ എന്തായിരുന്നു ഇക്വേഷൻ? ക്യൂ ഈക്വൽ ടു എ എൽ ടു ദി പവർ ആൽഫ കെ ടു ദി പവർ ബീറ്റ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എ എത്രയെന്ന് മനസ്സിലായി. എ ഈക്വൽ ടു 2 ആണ്. എല്ലിന്റെ ആൽഫ ഈക്വൽ ടു ഹാഫ് ആണ്, ബീറ്റ ഈക്വൽ ടു ഹാഫ് ആണെന്ന് മനസ്സിലായി. ഇനി അവരെന്താ പറയണേ? എല്ലിന്റെ വാല്യൂ 36 കൊടുത്താല് എത്ര കെ ആയാലാണ് ക്യൂ ഈക്വൽ ടു 60 കിട്ടുക? മനസ്സിലായില്ലേ? ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇവര് വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വൈ എന്ന് എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ. ഈ വൈയുടെ സ്ഥാനത്ത് നിങ്ങൾ ക്യൂ എന്ന് എഴുതിയാലും മതി. എന്താന്ന് മനസ്സിലായില്ല എനിക്ക്. അവര് വൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്യൂ മതി. നമുക്ക് ക്യൂ തന്നെയാണല്ലോ. ഈ വൈ എഴുതണമെങ്കിൽ എഴുതാം, പക്ഷെ വൈ ഏതാണെന്നുള്ളവർ മനസ്സിലാക്കുക. വേറെ അല്ല, വൈ എന്ന് പറഞ്ഞാൽ ക്യൂ തന്നെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ക്യൂ നമുക്ക് ക്യൂ തന്നെ വേണമെങ്കിൽ എടുക്കാം അല്ലെ. അപ്പൊ ക്യൂ ഈക്വൽ ടു എന്താണ്? 2k raised to half L to the half എന്നാണ് വരുന്നത്. അപ്പൊ എല്ലിന്റെ സ്ഥാനത്ത് 36 കൊടുക്കാൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യൂ എത്രയാവും എന്ന് അവർ പറയണേ? 60 ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കെ എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 60 ഈക്വൽ ടു 2k ടു ദി പവർ ഹാഫ്. എല്ലിന്റെ സ്ഥാനത്ത് 36. എല്ലിന്റെ സ്ഥലത്ത് ഇവിടെ കണ്ടോ 36 ഇട്ട് കൊടുക്കുക. ഇവിടെ ഇത് ഇങ്ങനെ സ്റ്റെപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ എന്തായി? 60 പറഞ്ഞേ. 60 ഈക്വൽ ടു 2k ടു ദി പവർ ഹാഫ് ഇൻറ്റു എല്ലിന്റെ സ്ഥാനത്ത് 36 ടു ദി പവർ ഹാഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഈ റൈസ് ടു ഹാഫ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ആണത്. അപ്പൊ എന്ത് ചെയ്യണം? അത് പോകണമെങ്കിൽ എന്ത് വേണം? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യാ? 60 സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ 4 ഇൻറ്റു കെ ഇൻറ്റു എൽ എത്രയായിരുന്നു? 36 സ്ക്വയർ. 36 സ്ക്വയർ 36 സ്ക്വയർ ഇത് 36 സ്ക്വയർ ഇടുമ്പോ കിട്ടുന്നുണ്ടോ നമുക്ക്? 36 ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അല്ലെ. എൽ ഈക്വൽ ടു ഇത് എങ്ങനെ കിട്ടണ്ടോ നോക്ക്. കെ ഈക്വൽ ടു 25. ഒരു മിനിറ്റ്, ഇവിടെ നോക്കട്ടെ. ഇവിടെ കെ ഈക്വൽ ടു ഇവിടെ എൽ ഈക്വൽ ടു 100 എന്ന് പറയുമ്പോൾ എല്ലിന്റെ സ്ഥാനത്ത് 100 കൊടുത്തു, കെയുടെ സ്ഥാനത്ത് 200 കൊടുത്തു. അത് അതുപോലെ തന്നെ ഇട്ടിരിക്കണേ. അപ്പൊ ഇവിടെ തെറ്റിയതാവും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഇവിടെ 36 സ്ക്വയർ ചെയ്യുമ്പോഴാണോ 36 ചെയ്യുമ്പോഴാണോ കെ ഈക്വൽ ടു 25 കിട്ടണേ നോക്കിക്കേ. ഞാനും നോക്കാം. മുപ്പത്താറ് ചെയ്യുമ്പോഴല്ലേ? അല്ല, പ്രശ്നമുണ്ടോ എന്തെങ്കിലും? 60 ഈക്വൽ ടു 2 ഇൻറ്റു കെ ടു ദി പവർ ഹാഫ് ഇൻറ്റു എല്ലിന്റെ സ്ഥലത്ത് 36 കൊടുക്കണം. 36 ടു ദി പവർ ഹാഫ്. ഓക്കെ, ക്ലിയർ അല്ലേ? എനിക്കാണ് ഡൗട്ട് വന്നത്. നിങ്ങൾ ഓക്കെ അല്ലേ ഇതില്? അപ്പൊ എന്ത് വേണം ഇവിടെ? 60 സ്ക്വയർ തന്നെ അല്ലേ കൊടുക്കണ്ടേ? എഡിറ്റ് മനസ്സിലായോ? എഡിറ്റ് ഒന്ന് പറഞ്ഞേ. എഡിറ്റ് മൈക്ക് ഓൺ ചെയ്യൂ. എഡിറ്റ്. മനസ്സിലായി. 60 ഈക്വൽ ടു 2 ഇൻറ്റു കെ ടു ദി പവർ ഹാഫ് ഇൻറ്റു ഞാൻ ഒന്നും കൂടി പറയാം. എഡിറ്റിന് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാണ്. 60 ഈക്വൽ ടു അത് ഞാൻ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. 2 ഇൻറ്റു കെ ടു ദി പവർ ഹാഫ് ഇൻറ്റു എൽ ടു. അപ്പൊ ഇത് പോവാനായിട്ട് നമ്മൾ എന്ത് വേണം? സ്ക്വയർ ചെയ്യണം അല്ലെ. അപ്പോൾ 60 സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ. അപ്പൊ 4 ഇൻറ്റു കെയുടെ പോവാനായിട്ട് കൊടുക്കുമ്പോൾ കെ ഇതായി മാറി. എല്ലിന്റെ 36 റേസ് ടു ഹാഫ് ഇടും. എന്നിട്ട് അതിനും ഒരു ഇൻറ്റു 1/2 കൊടുക്കണമല്ലോ.
അപ്പോൾ അതെന്താവും 36 തന്നെയാവും. മനസ്സിലായില്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ട്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം കേട്ടോ. ക്ലിയർ അല്ലേ? ഇത് എഴുതി നോക്കുമ്പോൾ കിട്ടും. അപ്പൊ ഇവിടെ എഴുതി നോക്കി മനസ്സിലാവും. ഇവിടെ 60 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ ആണ്. ഇതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ ഹാഫ് എന്നുള്ള ഡിസോൾവ് ആവും, എല്ലിന്റെ ഹാഫും ഡിസോൾവ് ആവും. പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നതാണ്. 2ന് എന്ത് വരും? ഇത് വരും. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ് k = 25 വന്നത്. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. ഞാൻ നാളെ ക്ലാസ്സിൽ ചോദിക്കാൻ വേണമെങ്കിൽ നമുക്ക് എല്ലാം ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അടുത്തത്, ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ q = 2l½ k½ determine the percentage increase in the output if labor is increased by 10% assuming capital is held constant. ഓക്കെ, അപ്പൊ ലേബർ 10%. അപ്പൊ സെയിം കണക്കാണ് കേട്ടോ, ഒരേ കണക്കിലെ രണ്ട് ഭാഗങ്ങളാണ്. അപ്പൊ ഇതന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. ഇതില് എന്താണ് പറയണേ? ലേബർ 10% കൂടി. ലേബർ എത്രയായിരുന്നു? 10%. ലേബർ 36 ആയിരുന്നു. 36ന്റെ 10% എന്ന് പറയുമ്പോൾ 36 × 10/100 എന്ന് പറയുമ്പോൾ 3.6 വരും. അപ്പൊ എത്രയാണ്? 36ന്റെ കൂടെ 3.6 കൂടി ആഡ് ചെയ്യുമ്പോൾ 39.6 ആവില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 36 + 36 × 10/100 എന്ന് പറയുമ്പോൾ 39.6 വരും. അപ്പോൾ എന്താണ് ചോദ്യം? ഇവിടെ 39.6 കൊടുക്കുമ്പോൾ എന്താവും? y എത്രയാവും എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? വാട്ട് ഈസ് ദി പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്? എത്രയാണ്? ക്യൂയുടെ വാല്യൂ എത്രയായി? അപ്പൊ ഓക്കെ അല്ലേ? ആരതി ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? ഒരു സ്ലൈഡും കൂടെ ഉള്ളൂ, നമുക്ക് വേഗം തീർക്കാം. ഇത് കഴിഞ്ഞാൽ ആരതിക്ക് മനസ്സിലായില്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാമോ? ജോണിന് മനസ്സിലായില്ലേ? ജോൺ അവിടെ ഉണ്ടോ? ഓക്കെ, ശങ്കർ ദേവ് ആരെങ്കിലും ഒന്ന് പറയൂ. ക്വസ്റ്റ്യൻ മനസ്സിലായ? ഇത് മനസ്സിലായ? ഇതിൽ പറയാം. 39.6 ആവുമ്പോ സാനിയ പറഞ്ഞേ, കിട്ടിയത്? 60.9 കിട്ടിയാ? ഹലോ, 39.6 കിട്ടിയിട്ടുണ്ട്. 39.6 കിട്ടി. ഹലോ പിന്നെ മിസ്. എന്താണ് ക്വസ്റ്റ്യൻ? അവിടെ അപ്പൊ അത് മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ ലേബർ 39.6 ആയി. ഇനി കെ എന്ന് പറയുന്നതിൽ ചേഞ്ച് ഇല്ല. കെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞിട്ടില്ലേ? കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ബി പാർട്ടാണിത്. അപ്പൊ കെ സെയിം ആയിട്ട് എടുത്താ നേരത്തെ. ഓക്കെ, കെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഒരേ ക്വസ്റ്റ്യന്റെ രണ്ട് പാർട്ടാണ്. അപ്പൊ കെ = 25 തന്നെയാണ്. നേരത്തെ കിട്ടിയ 25 ആണ്. കാരണം in the production function q determine the percentage increase in the output assuming capital is held constant എന്ന് പറഞ്ഞില്ലേ? മനസ്സിലായോ സാനിയ? ഇവിടെ പറയുന്നുണ്ട് assuming capital is held constant. അപ്പൊ ഇവിടെയുള്ള ക്യാപിറ്റൽ ആണ് k. മനസ്സിലായി മിസ്. അപ്പൊ ആ k എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 25 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 39.6 ആയി. 2 ഇതിൽ ഓൾട്ടറേഷൻ ഇല്ല, 2 തന്നെയാണ്. ചെയ്യുമ്പോൾ എത്രയായി? 62.92 വന്നില്ലേ? ഔട്ട്പുട്ട് 62.92 വന്നു. അപ്പോ വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻക്രീസ് എന്നാണ് ക്വസ്റ്റ്യൻ. പെർസെന്റേജ് ഇൻക്രീസ് എങ്ങനെ പറയാ? കണ്ടോ, ആദ്യത്തേൽ 60 ആയിരുന്നു ഔട്ട്പുട്ട്. 60 ബിസ്ക്കറ്റ് പാക്കറ്റ് ഉണ്ടായി. രണ്ടാമത്തെ 62 വന്നു. അപ്പൊ എത്രയാണ് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ? ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ മൈനസ് ഡിവൈഡഡ് ബൈ ലോവർ വാല്യൂ ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ 62.92 മൈനസ് 60/60. അപ്പൊ അതാണ് അപ്രോക്സിമേറ്റ് ചെയ്തത് 5%. ഇത് ഒന്നും കൂടി പറയണമെന്ന് ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ മനസ്സിലായവരൊന്ന് ലൈക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പറഞ്ഞോ. ഹലോ മിസ്, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്നല്ലേ പറഞ്ഞേ? സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്
അതായത് നമുക്ക് ഇത് കളയണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ആ, അപ്പൊ 60 സ്ക്വയർ എന്ന് പറയുമ്പോ പക്ഷെ റൈറ്റ് സൈഡിൽ അവിടെ റേസ്റ്റ് 1/2 ആ വന്നേ, സ്ക്വയർ അല്ലല്ലോ വന്നേ. അത് തെറ്റിയതാ, അത് തെറ്റിയതാണ്. y സ്ക്വയർ ഈക്വൽ ടു. ശരിയാ കേട്ടോ, അത് ആ തെറ്റിയതാണ്. ആരാത് പറഞ്ഞത്? പേരെന്തായിരുന്നു? അരീനയാണോ? ആരായിരുന്നു? ഞാൻ അല്ല സാനിയ. ഓക്കെ സാനിയ. ശരിയാട്ടോ. അപ്പൊ അത് തെറ്റാണ്, ടെക്സ്റ്റ് ബുക്കിലെ തെറ്റാണ്. അപ്പൊ എന്താണ് 60? പക്ഷെ ഉത്തരം ശരിയല്ലേ? ഉത്തരം ശരിയല്ലേ? ആൻസർ കറക്റ്റ് ആൻസർ വരുന്നുണ്ട്. കറക്റ്റാ. 60 ആ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു കെ ടു ദി പവർ ഹാഫ് ഇൻറ്റു എൽ ടു ദി പവർ ഹാഫ് ഹോൾ ടു ദി പവർ 2 എന്ന് കൊടുക്കണം കേട്ടോ. മനസ്സിലായോ? എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോ. സാനിയ പറഞ്ഞത് ശ്രദ്ധിക്കുക. 60 സ്ക്വയർ ഈക്വൽ ടു, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യണം. ആദ്യത്തെ ഞാൻ എ പാർട്ടാണ് പറയണേ. 60 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു കെ ടു ദി പവർ ഹാഫ് ഇൻറ്റു എൽ ടു ദി പവർ ഹാഫ് ഹോൾ ടു ദി പവർ 2. അവര് ഹാഫ് ഇട്ട് തെറ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് അവിടെ പ്രശ്നം വന്നത്. അപ്പോഴാണ് നമുക്ക് 60 സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു കെ ഇൻറ്റു എൽ വന്നത്. എല്ലിന്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 36 ആണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ മനസ്സിലായവര് ഓക്കെ എന്നൊന്ന് ഇട്ടോളൂ. അവിടെ ക്ലിയർ എന്നോ എന്തെങ്കിലും കിട്ടോളൂ. അപ്പൊ എനിക്കിത് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. മനസ്സിലായില്ലെങ്കിൽ നാളെ വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബി പാർട്ടിൽ കണ്ടോ, അത് ക്ലിയർ അല്ലേ? 10% ഇൻക്രീസ് ആന്ന് പറയുമ്പോൾ എന്താണ് 10%? ലേബർ ആണ്. 36 ലേബർ ഉണ്ടായത് 10% കൂടി എന്ന് പറയുമ്പോൾ 36 പ്ലസ് 36 ഇൻറ്റു 10/100, അങ്ങനെയാണ് 39.6 വന്നത്. ലൈനിൽ പറയുന്നുണ്ട് ക്യാപിറ്റൽ ഹെൽഡ് കോൺസ്റ്റന്റ്. ക്യാപിറ്റൽ നേരത്തെ വാല്യൂവിന് എടുത്തോളൂ, കെ 25 എടുത്തോളൂ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ക്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ക്യൂ വൈ എന്ന് എഴുതണ്ട, നിങ്ങൾ ക്യൂ തന്നെ എഴുതിയാൽ മതി. അപ്പൊ ക്യൂടെ വാല്യൂ 62.92 വന്നു. അപ്പൊ പെർസെന്റേജ് ഇൻക്രീസ് പറയുമ്പോൾ ഇപ്പൊ വന്ന് ക്യൂ 62.92, നേരത്തെ വന്നത് 60 എ പാർട്ടില്. 62 60 കുറച്ച് ഡിവൈഡ് ബൈ ദ ലോവർ വാല്യൂ ഇൻറ്റു 100 ആണ് യുവർ പ്രൊഡക്ഷൻ ഇൻക്രീസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ കേട്ടോ. Now assume the production function q equal to 2l to the power half k to the power half. Okay, now simple question. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാൻ വഴിയുള്ളൂ എന്നാണ് സാർ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതിൽ L 100 K 200 ആവുമ്പോ എത്രയാണ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്? എന്ത് ചെയ്താൽ മതി? എ പാർട്ടില് 1. എളുപ്പല്ലേ? എല്ലിന്റെ സ്ഥാനത്ത് 100 ഇട്ട് കൊടുക്കുക, കെയുടെ സ്ഥാനത്ത് 200 ഇട്ട് കൊടുക്കുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂ എത്ര കിട്ടി? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഞാൻ ചോദിക്കാം, അപ്പൊ പറയണം കേട്ടോ കിട്ടുന്നുണ്ടോന്ന്. ആരൊക്കെയാ വന്നിട്ടുള്ളത്? ഇതിപ്പോ 2 അവറിന്റെ അറ്റൻഡൻസ് ഞാൻ തരാം കേട്ടോ, കാരണം ഇത് 2 മണിക്കൂറായി ഇപ്പോ. അപ്പൊ നിങ്ങള് കുറച്ച് ലാസ്റ്റ് ഇറങ്ങി പോണ സമയത്ത് അറ്റൻഡൻസ് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ട് വേണം പോവാൻ. മനസ്സിലായോ? ആർദ്ര കിട്ടിയാ? ഉത്തരം കിട്ടിയാ? ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 282.84. 282 പോയിന്റ് വന്നില്ലേ? ഇതിൽ കാണിക്കുന്ന ഉത്തരം തന്നെ 282.84. കറക്റ്റ്. അപ്പൊ അത് തന്നെ വന്നു അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഫേം ചേഞ്ചസ് ദി എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ബൈ 10 times. 10 times എന്താണ്? 10 മടങ്ങ്. 100 എന്നുള്ളത് 100 × 10 ആവും. 200 എന്നുള്ളത് 200 × 10 ആവുമ്പോൾ എത്രയാന്ന് ചെയ്യാൻ കിട്ടുമല്ലോ? എളുപ്പല്ലേ? അപ്പൊ എന്താവും? ക്യൂ ഈക്വൽ ടു ഈ വൈ തന്നെ അവർ എഴുതിയോണ്ട് വേണമെങ്കിൽ നിങ്ങൾ വൈ ഇട്ടോ, അല്ലെ ക്യൂ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതിലെന്താണ്? y ഈക്വൽ ടു 2 ഇൻറ്റു 1000 ആയി. 10 മടങ്ങ് വർദ്ധിച്ചു. ലേബർ 10, ക്യാപിറ്റല് 10. ഇത് കിട്ടിയവരൊന്ന് കിട്ടിയോ? കിട്ടി മിസ്. കിട്ടി. ഓക്കെ, എഡിറ്റിനും കിട്ടിയില്ലേ? കിട്ടി മിസ്. ഓക്കെ, കിട്ടിയേ പറ്റൂ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സപ്പോസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് y ഈക്വൽ ടു 2k to the power 1/4 L to the power 3/4. കെയും എല്ലും ഒന്നാണ്. ഹൗ മച്ച് എത്ര? ഇത് എളുപ്പല്ലേ? ഒന്നുമില്ലല്ലോ ഇതിൽ. കെ വാല്യൂ 1 കൊടുക്കും. ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ കെ എല്ലാം 1 കൊടുക്കുമ്പോ എത്രയാണ് ക്യൂ, എത്രയാണ് വൈ എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? ഇത് അസൈൻമെന്റ് ബുക്കിൽ നേരിട്ട് എഴുതി വെക്കാലോ. മനസ്സിലായോ? ഇനി അപ്പൊ അതായി വൈ എത്ര വന്നേ? 2 × 1 to the power 1. കാൽക്കുലേറ്ററിലൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടും. ഔട്ട്പുട്ട് യൂണിറ്റ്സ് 2 കിട്ടും. ഇനി 10% L കുറയുകയാണെങ്കിൽ അപ്പൊ എന്താ? എല്ലിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? L 1 ആണ്. 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 -
1 ഇൻറ്റു 10/100 അല്ലേ? 1 10% കുറഞ്ഞ 0.9 അല്ലേ ആവുക? അതെങ്ങനെ കിട്ടിയേ? 1 മൈനസ് 1 ഇൻറ്റു 10/100 അങ്ങനെയാണ് 0.9 വന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ കേട്ടോ, ആ 1 മൈനസ് ചെയ്യണം. 1 മൈനസ് 1ന്റെ 10%. അപ്പൊ 1 മൈനസ് 1 ഇൻറ്റു 10/100. സോ എൽ എത്ര വന്നു? 0.9 വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇക്വേഷനിൽ എല്ലിന്റെ സ്ഥാനത്ത് 0.9 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് പ്രൊഡക്ഷൻ സെയിം ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഇഫ് വി റെഡ്യൂസ്ഡ് എൽ ബൈ 10%, ഹൗ മച്ച് വുഡ് കെ നീഡ് ടു ബി ഇൻക്രീസ്? കെ എത്ര ഉയർത്തണം? എല്ല് നമ്മൾ കുറയ്ക്കാൻ പോവാണ് അല്ലെ? എല്ലിന്റെ ഘടകം ബീറ്റ ആൽഫ എന്തൊരു സാധനം ആയിരുന്നില്ലേ? അപ്പൊ എല്ല് എന്ന് പറയുന്നത് അത് 1 0.9 ആയിട്ട് താഴ്ത്തണമെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ എത്ര ഉയർത്തണം, എത്ര ഫാക്ടർ വെച്ച് ഉയർത്തണം എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് യുവർ പ്രൊഡക്ഷൻ വിൽ ബി ബാലൻസ്ഡ്. ഓക്കെ, അപ്പൊ എന്താണ്? കണ്ടോ, മനസ്സിലായോ? സെയിം ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. അപ്പൊ ഔട്ട്പുട്ട് 2 ആണ്. അപ്പൊ 2 ഈക്വൽ ടു 2 ഇൻറ്റു കെ ടു ദി പവർ 1/4 ഇൻറ്റു 0.9 അതാവണമെങ്കിൽ എത്ര വരും? കെ എത്ര ആവണം? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ കെ ഈക്വൽ ടു, രസിക ഉണ്ടോ അവിടെ? കെ ഈക്വൽ ടു 1.37 കിട്ടണം. മനസ്സിലായോ? അനുഗ്രഹം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഈ കണക്കും കൂടി നോട്ടിലേക്ക് എഴുതുക കേട്ടോ. അടുത്തത്, സപ്പോസ് ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയി തോന്നി. അത് വേണമെങ്കിൽ നമുക്ക് പെൻഡിങ് വെക്കാം. അതുകൊണ്ടാണ് ഞാൻ 5ാമത്തെ കണക്കിലേക്ക്. ആ 4ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതൊന്ന് നോക്കുക. അത് അസൈൻമെന്റ് ഇപ്പൊ തൽക്കാലം എഴുതണ്ട, ഇത് എഴുതിയാൽ മതി. ഈ 4 ഇപ്പൊ തന്നെ എഴുതുക. ഇപ്പൊ തന്നെ അത് എഴുതി കഴിഞ്ഞവർക്ക് നാളെ വേണമെങ്കിൽ അസൈൻമെന്റ് വന്ന് വെക്കാം കേട്ടോ. അതും കഴിയാത്തവർക്കാണ് തിങ്കളാഴ്ച കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 0 മാർക്ക് ആയിരിക്കും തരിക. 10 മാർക്ക് 0 ആയിരിക്കും പിന്നെ കിട്ടുന്നുണ്ടാവുക. നാളെ വെക്കാം. മൺഡേ വെച്ചാൽ 10 മാർക്ക് ഔട്ട് ഓഫ് 10 കിട്ടും അസൈൻമെന്റ് 1. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സപ്പോസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് ഗിവൺ ആസ് Q ഈക്വൽ ടു 3L to the power half K to the power half. ഫൈൻഡ് ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റീവ് ലേബർ വെൻ ദ ലേബർ. ഇതൊരു വ്യത്യാസപ്പെട്ട കണക്കാണ്. ഇതിൽ എന്താ പറയുന്നത്? എം പിയും എ പിയും കണ്ടുപിടിക്കണം. എ പി എം പി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊന്നും പറയാറില്ലേ? വിത്ത് റെസ്പെക്ട് ടു ലേബർ ആണ് ഇവിടെ. അപ്പൊ Q ഈക്വൽ ടു 3L to the power half K to the power half ആണ്. എത്രയാണ് ക്വസ്റ്റ്യനിൽ അവർ പറയണത്? കെ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. ലേബർ ഈക്വൽ ടു 9, L ഈക്വൽ ടു 9ഉം K ഈക്വൽ ടു 4ഉം ആവുമ്പോൾ എത്രയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ വരിക? Q എത്ര വരും? കണ്ടുപിടിച്ചൂടെ? അപ്പൊ അവര് ഇക്വേഷൻ തന്നെ എ എന്ന് പറയുന്ന ടെക്നോളജി 3 ആണ്. അപ്പൊ Q ഈക്വൽ ടു 3 ഇൻറ്റു എല്ലിന്റെ സ്ഥാനത്ത് 9 കൊടുക്കുന്നു, കെയുടെ സ്ഥാനത്ത് 4 കൊടുക്കുന്നു, ടു ദി പവർ ഹാഫ്. കാരണം ഇക്വേഷനിൽ ഹാഫ് തന്നെയാണ് അവർ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ ഹോമോജീനിയസ് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആവുമ്പോൾ ഹോമോജീനിയസ് ആണ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സാധനങ്ങളും അങ്ങനെയല്ലേ വന്നത്? അതുകൊണ്ടാണ് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ്. ഈ എന്താണ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും യൂഷ്വലി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായി? ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് Q ഈക്വൽ ടു എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? 3 ഇൻറ്റു എല്ലിന്റെ വാല്യൂ 4ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. നൗ അവന്തിക ഉണ്ടോ അവിടെ? നീ ഇത് പറയാം. ആവറേജ് പ്രൊഡക്റ്റ് എങ്ങനെയാ? അതൊന്ന് വായിച്ചേ. ആവറേജ് പ്രൊഡക്റ്റ് എന്താണ് ഇക്വേഷൻ? Average product of labor APL is equal to Q by L. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ APL എന്ന് പറയുമ്പോൾ Q by L എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ബൈ ലേബർ, അതായത് ഒരു തൊഴിലാളി കാരണം ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്. 18 ബിസ്ക്കറ്റ് പാക്കറ്റുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു തൊഴിലാളിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 18 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലേബേഴ്സ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് Q by L 18/9, ദാറ്റ് ഈസ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നാണ്. ഓക്കെ, ഇനിയിപ്പോ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചോ? ഇത്ര എന്താ പറയാ എക്യുപ്മെന്റ് എന്നാണെങ്കിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്യുപ്മെന്റ് ചെയ്യുക. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലിന്റെ നമ്പർ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. ഓക്കെ, അല്ലെ ഈ ക്വസ്റ്റ്യനില് ഇവരെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് ചോദ്യമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 18/4 ചെയ്യണം. മനസ്സിലായോ? ഇവിടെ 18/9 ചെയ്യാൻ കാരണം ക്വസ്റ്റ്യനിൽ ആവറേജ് പ്രൊഡക്റ്റീവ് ലേബർ ആയതുകൊണ്ടാണ്. ഇത് തന്നെ നിങ്ങൾ വേണമെങ്കിൽ അസൈൻമെന്റ് എഴുതുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടി കണ്ടുപിടിച്ചിട്ട് എഴുതാം കേട്ടോ. മനസ്സിലായോ? ഇവിടെ ആവറേജ് പ്രൊഡക്റ്റീവ് ലേബർ APL ഈക്വൽ ടു 18/9 ഈക്വൽ ടു 2. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയായിരിക്കും? 18/4 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി അടുത്തത് മാർജിനൽ പ്രൊഡക്റ്റ് എം പിയുടെ ഇക്വേഷൻ. ഇതൊരു ഇക്വേഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ
ഇത്ര മൈനസ് അടിക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടിട്ടില്ല. പക്ഷെ ഇതിനൊരു ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് അറിയണം. എം പി മാർജിൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഡി ക്യൂ ബൈ ഡി എൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്ത് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ഈ 3l⁻½ k⁻½ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 l⁻, അത് കിട്ടും. ഇത് അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഉണ്ട്. ഞാൻ ഒന്നും കൂടി അത് ഫോട്ടോ, അതായത് എന്ത് വരും, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n-1 അങ്ങനെയല്ലേ വരിക. അതൊന്നും കൂടി ഞാൻ ഫോട്ടോ എടുത്തിടാം. അപ്പം അത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഇതിനെ പറ്റി ഉത്തരവുമില്ല, ന്യൂമറിക്കലായിട്ട് അവർ എഴുതിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലില്ലേ? അതൊരു കാര്യം ചെയ്തോ, സാനിയ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് ക്ലാസ്സിന് ശേഷം ഒന്ന് ഗ്രൂപ്പിൽ വൃത്തിയായിട്ട് ഇട്ടോട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ശരി ഇതിൽ വരുന്നത്. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇത് നിങ്ങൾ നോക്കുക. ഞാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇടാം. പക്ഷെ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടില്ല, മാക്സിമം ഒരു 15 മിനിറ്റിന്റെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ എഴുതാനായിട്ട് ഫിറ്റ് ആണ് ഇപ്പോൾ. പക്ഷേ ക്വസ്റ്റ്യൻ എക്കണോമിക്സ് ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെയാണ് ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഒരു ദിവസം ഒരു 5 ക്വസ്റ്റ്യൻസ് വീതം പഠിച്ച് പോവുക. അല്ലെങ്കിൽ ഇത് ഒന്നും ശരിയാവില്ല, പാസ്സാവില്ല, ഇത്രയും പറയാനുള്ളൂ. അപ്പൊ ആ രീതിയിൽ പഠിക്കണമെങ്കിൽ, അപ്പൊ ഇതിൽ കണ്ട ഈ ഒരു 35ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ, അപ്പൊ അങ്ങനത്തെ അതൊന്നും നമ്മൾ ഇത് കണ്ടില്ലല്ലോ, ഇന്ന് ചെയ്തില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ നാളെ ക്ലാസ്സിൽ ചെയ്യാം. 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് എഴുതി കൊണ്ടുവരും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സാധനം ഞാൻ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് ഓവർ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി നിങ്ങൾ വേഗം നിങ്ങളുടെ നമ്പർ, പേര് തന്നെ എഴുതിയിട്ടോളൂ. അവിടെ ഇറങ്ങി പോകുന്നതിന് മുന്നേ പേര് എഴുതിയിട്ട് നിങ്ങൾ ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിൻ്റെ ശേഷം ഞാൻ ക്ലോസ് ചെയ്യുള്ളൂ.
പഠിച്ചേ കിട്ടിയേ പറ്റൂ.